ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചു എന്ന കേസിൽ രാജ്യവ്യാപകമായി SDPIയുടെ ഓഫീസുകളിൽ ED റെയ്ഡ് നടക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലും പരിശോധനയുണ്ട്. മലപ്പുറത്തെ പരിശോധനയിൽ ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് പരിശോധനയ്ക്കെതിരെ SDPIയുടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന്, വിനിത വിജി ഡൽഹിയിൽ നിന്ന്, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ആദ്യം മലപ്പുറത്തേക്ക് തന്നെ പോകുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഇത് ഏതെല്ലാം വീടുകളിൽ, ആരുടെയെല്ലാം വീടുകളിൽ റെയ്ഡ് നടന്നു, പരിശോധന നടന്നു, അതിൽ വിവരങ്ങളുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്ത CD ഉൾപ്പെടെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നോ? വലിയ പ്രതിഷേധവും ഒരു വശത്ത് നടക്കുന്നുണ്ടല്ലോ. സ്മിത, SDPIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. നേതാക്കളുടെ വീടുകളിലേക്ക് ഇപ്പോൾ പരിശോധന എത്തിയിട്ടില്ല. ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. രാവിലെ ഒരു 10:30 കൂടിയാണ് ED ഉദ്യോഗസ്ഥർ മലപ്പുറത്തെ ഈ SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ടൗണിൽ തന്നെയാണ്. ഒപ്പം CRPFന്റെ സുരക്ഷയോട് കൂടിയാണ് ഈ പരിശോധന നടത്തിയത്. അപ്പോൾ ഓഫീസ് സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 2:30 വരെയും ഈ പരിശോധന നടന്നു. പരിശോധന അവസാനിക്കുന്ന ആ ഒരു സമയത്തോടടുത്താണ് SDPIയുടെ പ്രവർത്തകർ സംഘം ചേരുകയും പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തത്. ED ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം അവർ ഉയർത്തി. ആ ഒരു പ്രതിഷേധത്തിനിടയിലൂടെയാണ് ED ഉദ്യോഗസ്ഥരുടെ വാഹനം ഇവിടെ നിന്ന് പോയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പരിശോധനയിൽ ഓഫീസിലെ ഹാർഡ് ഡിസ്ക്, ഒപ്പം തന്നെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണ്, അവിടെ ഉണ്ടായിരുന്ന രസീത് ബുക്കുകൾ, ഒരു 400ഓളം വരുന്ന പണപ്പിരിവിൻ്റെയൊക്കെ രസീത് ബുക്കുകൾ, ലഘുലേഖകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ എടുത്തു എന്നതിനെ സംബന്ധിച്ച് ജില്ലാ നേതാക്കളെ വിളിച്ചു വരുത്തി അവരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ അന്വേഷിക്കുന്ന ഒരു സാധനവും ഓഫീസിൽ നിന്ന് കണ്ടുകിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം. സ്മിത. ശരി വിപിൻ, നമുക്ക് വിനീത വിജിയിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾക്കായി വിനീത, ഒരു അറസ്റ്റ് തുടർന്നു വരുന്ന ചില പരിശോധനകൾ, ആ പരിശോധനയിൽ പലതും കണ്ടെത്തിയെന്ന് പറയുന്നു. പ്രതിഷേധക്കാർ പറയുന്നു ഒന്നും കണ്ടെത്താനായില്ല. എത്രത്തോളം ഗൗരവത്തോടെയാണ് ED ഒരു വിഷയത്തെ കാണുന്നത്? തുടർ പരിശോധനകൾ അതൊക്കെ ഏത് രീതിയിലായിരിക്കും? തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയ അധ്യക്ഷൻ PK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ്, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത അയാളെ വളരെ വിശദമായൊക്കെ തന്നെ ED ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡിലേക്കടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയത്. രാവിലെ 9:30 കൂടിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ആരംഭിച്ചത്. അത് രാജ്യവ്യാപകമായി 12 ഇടങ്ങളിലായിരുന്നു ആ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിലെ ഇവരുടെ ഓഫീസിലും SDPIയുടെ ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹിക്ക് പുറമെ ജയ്പൂർ, ഒപ്പം തന്നെ ബംഗളൂരു, കേരളത്തിലെ മലപ്പുറം, ഒപ്പം തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ സമയം നീണ്ട, അത്രത്തോളം വലിയ റെയ്ഡുകൾ തന്നെയാണ് അവിടെയും നടന്നിട്ടുണ്ടായിരുന്നത്. ചില വിവരങ്ങളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ തന്നെ ഈ കേസുമൊക്കെയായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്നത്തെ ഈ റെയ്ഡ് ഉണ്ടായിരുന്നത്. അത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, എല്ലാ ഇടങ്ങളിലും ഒരേ സമയം തന്നെ ആ റെയ്ഡ് ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ അന്വേഷണവും തുടർ നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ PFIയുമായി SDPIക്ക് രാഷ്ട്രീയതല ബന്ധമുണ്ട് എന്ന് ED നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ അത് ഈ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ SDPIയിലേക്കും എത്തിയെന്ന് ED കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ അറസ്റ്റിലായ ED കസ്റ്റഡിയിലെടുത്ത ഈ PK ഫൈസിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില വിശദാംശങ്ങൾ കൂടി ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. വിവിധ യൂണിറ്റിലെ എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥർ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ റെയ്ഡുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് മണിക്കൂറുകളോളമാണ് ഡൽഹിയിലെ അവരുടെ ദേശീയ ആസ്ഥാനത്ത് ഈ റെയ്ഡ് തുടർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വരും ദിവസങ്ങളിലും തുടർ നടപടികൾ EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ക്രിസ്റ്റീന. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡാണ്. കേരളത്തിലും 2 ഇടങ്ങൾ റെയ്ഡ് ഉണ്ടായി. നിർണായകമായി പിടിച്ചെടുത്ത എന്തെങ്കിലും രേഖകളുണ്ടോ? അത്തരത്തിൽ EDയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള റെയ്ഡ് തുടരാൻ സാധ്യതയുണ്ടോ?
കഴിഞ്ഞ ദിവസം MK ഫൈസിയുടെ SDPയുടെ ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യവ്യാപകമായി ഈ റെയ്ഡിന് തുടക്കമിട്ടത്. രാജ്യത്താകെ 13 ഇടങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നടന്നത്. അതിൽ കേരളത്തിൽ നടന്നിട്ടുള്ള റെയ്ഡ് തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാജ്യത്ത് റെയ്ഡ് നടക്കുകയുണ്ടായത്. എല്ലാം ഇവരുടെ ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. കേന്ദ്രസേനയുടെ സഹായത്തോടെ പുലർച്ചെയാണ് എല്ലാ സ്ഥലങ്ങളിലും പരിശോധനകൾ ആരംഭിച്ചത്. PFI കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDPയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചു എന്ന് ED കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന. ഒപ്പം ഹവാല മാർഗത്തിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിൽ പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ട് എത്തി. ഇങ്ങനെ പോകുന്നു SDPക്കെതിരായ EDയുടെ കണ്ടെത്തലുകൾ. SDPയുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയാണെന്നും ED പറയുന്നുണ്ട്. MK ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും ED കൂട്ടിച്ചേർക്കുന്നു. വെറുതെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടതല്ല. മുൻപ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് തൊട്ട് മുൻപ് എന്തൊക്കെയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്തത്, സമാനമായ നടപടികൾ SDPയുടെ കാര്യത്തിലും നടക്കുന്നു. നിരോധനത്തിലേക്ക് പോകുമോ എന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയമാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. 12 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് ശ്രീകാന്ത് നൽകുന്ന വിവരം. അപ്പോൾ വരും ദിവസങ്ങളിലും തുടർ നടപടികൾ ഉണ്ടായേക്കാം. കേരളത്തിലും വിവിധ ഇടങ്ങളിൽ, വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ചില CD കളൊക്കെ തന്നെ സുപ്രധാന രേഖകൾ അതൊക്കെ പിടിച്ചെടുത്തു എന്ന വിവരങ്ങളും വരുന്നുണ്ട്.